വയനാട്ടിലെ പ്രശസ്തമായ തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിതൃതർപ്പണത്തിന് പേര് കേട്ട പാപനാശിനിലേക്ക് യാത്രയാവാം. പാപനാശിനിലേക്ക് പോകുന്ന സമയത്ത് പഞ്ചതീർത്ഥ കുളം കാണാൻ കഴിയും. ശംഖ്, ചക്രം, ഗദ, പത്മം, മഹാവിഷ്ണുവിന്റെ കാൽപാദങ്ങളൊക്കെ സന്ദർശിച്ച ശേഷം നമ്മൾ ആദ്യം ചെല്ലുന്നത് ഗുണ്ടിക ശിവക്ഷേത്രത്തിലേക്കാണ്. ഗുണ്ടിക ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. കാടിന് നടുവിൽ ഒരു ഗുഹാക്ഷേത്രം തന്നെ കാണാൻ കഴിയും. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ഈ പ്രദേശം ആരുടെയും മനം കവരുന്ന ഒന്ന് തന്നെയാണ്. കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഗുഹാക്ഷേത്രത്തിന്റെ കവാടത്തിൽ വലിയൊരു ഗ്രില്ല് കാണാം. ഈ ഗ്രില്ലിനുള്ളിലൂടെ നമ്മൾ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ശില കാണാം, അതിലെ പ്രതിഷ്ഠ ചൈതന്യങ്ങൾ കാണാം, വിളക്ക് കത്തിച്ചിരിക്കുന്ന കാണാം. പണ്ടൊക്കെ ഈ ഗ്രില്ല് വരുന്നതിന് മുമ്പ് ഇതിൽ വന്യമൃഗങ്ങൾ വരെ വന്ന് കിടന്നിരുന്നു. രാവിലെ പൂജാരി വരുന്ന സമയത്ത് വന്യമൃഗങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള കഥയാണ്. ഇതുണ്ടോ, ഇതിനകത്ത് ശിവലിംഗവും വിളക്കുകളൊക്കെ കാണാം. അതുപോലെ തന്നെ ഗുഹാക്ഷേത്രത്തിന് മുമ്പിലായിട്ട് ഒരു നന്ദികേശനെ കാണാം, കൽവിളക്കുകൾ കാണാം, ഒരുപാട് വഴിപാടുകൾ നടത്തിയിരിക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാം. ഒരുപാട് കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്ന കാണാം. ഇതേപോലുള്ള കല്ലുകൾ. ഇത് പണ്ടാരോ എന്തിനോ എപ്പോഴോ തമാശക്കാണോ എന്നറിയില്ല പെറുക്കി വെച്ചതാണ്. പിന്നീട് ഇതൊരു ആചാരമായി മാറി. വരുന്നവരെല്ലാവരും ഇവിടെ ഈ കല്ലുകൾ പെറുക്കി വെക്കുന്ന ഒരു ആചാരം നല്ല അനാചാരമായി മാറി. അതുകൊണ്ട് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ ആചാരമാണോ അനാചാരമാണോ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ചൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കല്ലുകൾ അടുക്കി വെക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും ഇവിടെ വരുന്ന ചില ഭക്തജനങ്ങൾ ഈ കല്ലുകൾ ഇവിടെ അടുക്കി വെക്കാറുണ്ട്. ഗുണ്ടിക ശിവക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പാപനാശിനിയിലേക്കുള്ള യാത്രയിലാണ്. പാപനാശിനി അറിയാലോ, പിതൃതർപ്പണത്തിന് പേരുകേട്ട പാപനാശിനി അരുവി ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നും ഒഴുകി വരുന്ന പാപനാശിനി അരുവിയിലേക്കാണ് പോകുന്നത്. വേനൽ ചൂടിന്റെ കാഠിന്യത്തിൽ നിന്ന് രക്ഷ നേടാൻ അല്പനേരം നമ്മൾ ഈ പാപനാശിനി ഏരിയയിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു അനുഭവം തന്നെയാണ്. നല്ല കുളിരാണ്. കുളിരരുവികളുടെ കളകള നാദങ്ങളും കാട്ടുചോലകളുടെ തഴുകലും ഏറ്റ് ബലിതർപ്പണത്തിനായി പോകുന്ന ഭക്തജനങ്ങളാണ്. പക്ഷെ നമുക്ക് ക്യാമറ അലൗഡ് അല്ല ആ പ്രദേശത്ത്, അതുകൊണ്ടാണ് എടുക്കാത്തത്. കുറച്ച് മുമ്പ് വരെ ഈ നടപ്പാത ഉരുളൻ കല്ലുകൾ നിറഞ്ഞ പ്രദേശമായിരുന്നു. പിന്നീടാണ് ഇത് ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് ഈ രീതിയിലാക്കി മാറ്റിയത്. ബ്രഹ്മഗിരി മലനിരകളുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന പാപനാശിനിയുടെയും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന കൽപ്പാത്തിയുടെയും ബ്രഹ്മഗിരി ട്രക്കിങ്ങിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലോ റിലേറ്റഡ് ഓപ്ഷനിലോ കമന്റ് ബോക്സിലൊക്കെ കൊടുക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നമ്മൾ പറഞ്ഞു മറക്കേണ്ട, ഓരോ ക്ഷേത്രങ്ങൾ വരുമ്പോഴും അവിടുത്തെ ആചാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അനാചാരങ്ങൾ ചെയ്യാതിരിക്കുക. വയനാട്ടിലെ പ്രശസ്തമായ തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിതൃതർപ്പണത്തിന് പേര് കേട്ട പാപനാശിനിലേക്ക് യാത്രയാവാം. പാപനാശിനിലേക്ക് പോകുന്ന സമയത്ത് പഞ്ചതീർത്ഥ കുളം കാണാൻ കഴിയും. ശംഖ്, ചക്രം, ഗദ, പത്മം, മഹാവിഷ്ണുവിന്റെ കാൽപാദങ്ങളൊക്കെ സന്ദർശിച്ച ശേഷം നമ്മൾ ആദ്യം ചെല്ലുന്നത് ഗുണ്ടിക ശിവക്ഷേത്രത്തിലേക്കാണ്. ഗുണ്ടിക ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. കാടിന് നടുവിൽ ഒരു ഗുഹാക്ഷേത്രം തന്നെ കാണാൻ കഴിയും. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ഈ പ്രദേശം ആരുടെയും മനം കവരുന്ന ഒന്ന് തന്നെയാണ്. കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ